നെയ്മർ ജൂനിയർ ഇന്നലെ എന്തുകൊണ്ട് ഇറങ്ങിയില്ല? ഇന്നലെ മത്സരശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ആൻസറുമായി കാർലോ ആൻചെലോട്ടി തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കളി കണ്ട സമയത്ത് ഓരോ ബ്രസീലിയൻ ആരാധകനും തോന്നിയ, അല്ലെങ്കിൽ ഫുട്ബോളിനെ അനലൈസ് ചെയ്യുന്ന എല്ലാവർക്കും തോന്നിയ അതേ ആൻസറുമായിട്ടാണ് കാർലോയും എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് അറിയാം, കാർലോ ആൻചെലോട്ടി എന്ന് പറയുന്ന മാനേജർ ഒരു പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരാളൊന്നുമല്ല. ആൾ എപ്പോഴും ഒരു ടീം വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. സോ കാർലോയുടെ ഇന്നത്തെ ആൻസറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, കാർലോയ്ക്ക് നെയ്മറെ ആവശ്യമുണ്ട്. പക്ഷെ ആൾക്ക് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് നെയ്മറെ. അത്രമാത്രമാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നലെ നമുക്കറിയാം, സെക്കൻഡ് ഹാഫിൽ ടോട്ടൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ബ്രസീലിനെയാണ് നമ്മൾ കണ്ടത്. ബ്രസീലിന്റെ തനി സ്വരൂപത്തിൽ നമ്മൾ ഇന്നലെ ബ്രസീലിനെ സെക്കൻഡ് ഹാഫിൽ കണ്ടു. സ്റ്റാറ്റൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം. അവിടേക്ക് നെയ്മർ അപ്പോൾ ഈ ഒരു 1-0 എന്ന സ്കോറിൽ തന്നെ തുടരുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരു 60 മിനിറ്റിന് ശേഷം നെയ്മർ ജൂനിയർ ഇന്നലെ കളത്തിലേക്ക് വന്നേനെ. പക്ഷേ ബ്രസീൽ 60 മിനിറ്റിന് മുമ്പ് തന്നെ 56ാമത്തെ മിനിറ്റിൽ സ്കോർ ചെയ്യുന്നു. 1-1 എന്ന സ്കോറിൽ കാര്യങ്ങൾ മാറുന്നു. പിന്നീട് ബ്രസീൽ ബാലൻസ്ഡ് ഫുട്ബോൾ കളിച്ചു തുടങ്ങുന്നു. ബ്രസീൽ നല്ല കണക്ഷൻ, ടച്ച്, പാസസ്, കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് ബ്രസീൽ ഫുട്ബോൾ കളിക്കുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പം ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റൈൽ അല്ല നെയ്മർ വന്നു കഴിയുമ്പോൾ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ആ ഒരു സ്റ്റൈൽ ചേഞ്ചിങ് വേണ്ട, അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. നെയ്മർ നമുക്ക് ഇപ്പൊ ഇറക്കണ്ട, നെയ്മർ നമുക്ക് ആവശ്യമുണ്ട്. എപ്പോ ഈ മത്സരം സമനിലയിൽ പിരിയുകയാണെങ്കിൽ, അതായത് ബാക്ക് ലൈനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ആശങ്കകളൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഗബ്രിയേൽ ആണെങ്കിലും മാർക്കിഞ്ഞോസ് ആണെങ്കിലും ഒക്കെ നന്നായി പെർഫോം ചെയ്യുന്നു. എന്നാൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കാസിമിറോയും ബ്രൂണോ ഗൊമേറസും വൃത്തിയായി കളിക്കുന്നു. അപ്പൊ വലിയ ആശങ്കയില്ല, ഡിഫൻസ് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ജപ്പാൻ പ്ലേയേഴ്സ് നല്ല കൗണ്ടറുകൾ പോകുന്നുണ്ടായിരുന്നു, നല്ല പേസിൽ നല്ല സ്പീഡിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തടയിടുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയൊരു ഗോൾ ജപ്പാൻ അടിക്കില്ല എന്നുള്ള ഉറപ്പ് കാർലോയ്ക്ക് എന്തായാലും ഉണ്ടായിരുന്നു. പക്ഷെ അവർ അടിക്കാൻ സമ്മതിക്കുമോ എന്നുള്ളതിൽ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർലോയും പിന്നെ വിചാരിച്ചിരുന്നത് എക്സ്ട്രാ ടൈമിലേക്ക് കളി പോകും എന്നുള്ളതായിരുന്നു. അപ്പൊ എക്സ്ട്രാ ടൈമിലേക്ക് നെയ്മറെ കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കാർലോ. പക്ഷെ അതിനു മുമ്പ് ബ്രസീൽ കളി ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ടാണ് നെയ്മർക്ക് ഇന്നലെ കളത്തിൽ വരാൻ കഴിയാഞ്ഞത്. അപ്പൊ അത് കാർലോയുടെ എക്സാക്ട് പ്ലാനിൽ തന്നെ ഉള്ള ഒരു സംഭവമായിരുന്നു നെയ്മറുടെ. അപ്പോൾ കളി ജയിച്ചതുകൊണ്ട് നെയ്മർക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, കാർലോ ആൻചെലോട്ടി എന്ന മാനേജറാണ് അവിടെ മെയിൻ എന്നുള്ളതാണ്. പുള്ളിക്കാണ് അവിടെ ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. ഒരു മാനേജർ പ്ലാൻ ചെയ്തിരിക്കുന്ന രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ് ബ്രസീൽ. അല്ലാണ്ട് ഒരു പ്ലെയറെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുക, അല്ലെങ്കിൽ ഒരു പ്ലെയറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കുക, ആ ഒരു പരിപാടി അല്ല. ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ടീം ഗെയിമാണ്. ആരൊക്കെ എങ്ങനെയൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് കളിക്കുന്നു എന്ന് പറഞ്ഞാലും അങ്ങനെ പറ്റത്തില്ല. അത് ഒരാൾ ഗോൾ അടിക്കണമെങ്കിൽ മറ്റൊരാളുടെ അസിസ്റ്റ് വേണം, ഒരാൾക്ക് അസിസ്റ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരാളുടെ പ്രീ അസിസ്റ്റ് വേണം. കുറെ ടച്ചുകൾക്ക് ശേഷമാണ് ഒരു ഗോൾ പോലും പിറക്കുന്നത്. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടുന്ന ഒന്നല്ലല്ലോ ഫുട്ബോൾ. അപ്പോ പിന്നെ അതിനൊരു മാസ്റ്റർ ബ്രെയിൻ വേണം, അതാണല്ലോ മാനേജർ. അപ്പോൾ ആ ഒരു മാനേജർ, ആ ഒരു മാസ്റ്റർ ബ്രെയിന്റെ ഐഡിയയിലാണ് ഈ കളി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെയ്മർ ജൂനിയറും അതിന് ഓക്കെയാണ്. നെയ്മറും ഇന്നലെ നമ്മൾ കണ്ടാണ്, ബെഞ്ചിൽ ഇരുന്നിട്ടും പുള്ളിയുടെ ആഹ്ലാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നെയ്മർ ജൂനിയറെ ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇന്നലെ ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നെയ്മർ വരാഞ്ഞത്. അത്രയുള്ള കാര്യം. അപ്പോൾ നെയ്മറെ കാർലോ ആൻചെലോട്ടിക്ക് ആവശ്യമുണ്ട്. നെയ്മർ വരും, ഇപ്പോഴല്ല, ആവശ്യമുള്ളപ്പോ. ബ്രസീലിന് അല്ലെങ്കിൽ കാർലോയ്ക്ക് എപ്പോഴാണോ നെയ്മറെ ആവശ്യമുള്ളത്, ആ സമയത്ത് നെയ്മർ ജൂനിയർ അവതരിച്ചിരിക്കും. താങ്ക് യു.